ഹായ് ഫ്രണ്ട്സ്, നോക്ക് ദ റെസിപ്പീസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ നാളികേരം അരച്ച് മാങ്ങയിട്ട് വെച്ച മീൻകറിയാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന മീൻ ഷേരിയാണ്. 500-600 ഗ്രാം വരും. 4 മീഡിയം സൈസ് ഷേരിയാണ് എടുത്തിട്ടുള്ളത്. നല്ല മാംസമുള്ള ഏത് മീനും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എല്ലാ മീൻ കഷ്ണങ്ങളും ഞാനൊന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല പുളിയുള്ള ഒരു പച്ചമാങ്ങ നുറുക്കി വെച്ചിട്ടുണ്ട്. 2 ചുള വെളുത്തുള്ളി, 10 ചുള ചെറിയുള്ളി, ഇതിൽ 5 ചുള മീൻകറി താളിച്ചു കൊടുക്കാനുള്ളതാണ്. 4 എരിവുള്ള പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 2 തണ്ട് വേപ്പില, 3/4 കപ്പ് നാളികേരം, 250 ml കപ്പാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ വലിയ ജീരകം. ഇത് ഓപ്ഷണലാണ്. എനിക്ക് പെരിഞ്ജീരകത്തിന്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ വെളുത്തുള്ളിയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് അതും സ്കിപ്പ് ചെയ്യാം. ഞാൻ എപ്പോഴും 2 ചുള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാറുണ്ട്. റെസ്റ്റോറൻറ്റിലും മീൻകറിയിൽ വെളുത്തുള്ളി അരിഞ്ഞിട്ട് കാണാറുണ്ട്. ഇനി പൊടികളായിട്ട് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവയും ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നാളികേരവും വലിയ ജീരകവും 1/2 കപ്പ് വെള്ളവും എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ പൊടികളും ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഒരു മീൻചട്ടിയിലേക്ക് നന്നായി നല്ല ഫൈനായി ചതച്ചെടുത്ത ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും നടുകീറിയ പച്ചമുളകും വേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും അരച്ചു വെച്ചിരിക്കുന്ന നാളികേരത്തിന്റെ അരപ്പും ചേർത്ത് കൊടുക്കണം. ചെറിയുള്ളിയിൽ 5 എണ്ണം മാത്രമേ ഞാൻ ചതയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ. 5 എണ്ണം മീൻകറി അവസാനം താളിച്ചു കൊടുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റവ് ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ മീൻ വെന്ത് കറി നന്നായി തിളച്ച് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. കയ്യിലിട്ട് ഇളക്കിയാൽ മീൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് 2-3 വട്ടം ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് എല്ലാം നന്നായി യോജിപ്പിച്ചെടുത്താൽ മതി. നമ്മുടെ മീൻകറി നന്നായി തിളച്ച് വറ്റി ഗ്രേവിയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്ക് ഉപ്പും എരിവും പുളിയും ഒക്കെ നല്ല പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് മീൻകറി ഉള്ളി കാച്ചിയെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നാൽ 5 ചുള ചെറിയുള്ളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഉള്ളി ഇതുപോലെ ബ്രൗൺ നിറമാകുന്നവരെ വെയിറ്റ് ചെയ്യണം. എൻ്റെ അമ്മൂമ്മ പറയാറുള്ളത് പുളിയുറുമ്പിന്റെ കളർ ആകുന്നതാണ് ഇങ്ങനെ ഉള്ളി മൂപ്പിക്കുന്നതിന്റെ കണക്കെന്നാണ്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നമ്മുടെ കറിക്ക് നല്ലൊരു ഭംഗി കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് കറി എരിവ് കുറവുണ്ടെങ്കിൽ ഇതോടൊപ്പം ആവശ്യത്തിന് എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻകറി പാകമായതിനു ശേഷം കുറച്ച് കഴിഞ്ഞ് സെർവ് ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഉച്ചയ്ക്ക് വെക്കുകയാണെങ്കിൽ രാത്രിയൊക്കെ ആകുമ്പോഴേക്കും മീൻകറിയിലെ പുളിയും നന്നായി ഇറങ്ങി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഈ മീൻകറി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും നമ്മുടെ മീൻകറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.